ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി സ്ഥാനം ഒഴിയുമ്പോൾ പുതിയ പ്രധാനമന്ത്രി ചാർജ് എടുക്കുന്ന മീറ്റിങ്ങിൽ സമ്മേളനത്തിൽ അദ്ദേഹം ചെയ്ത പ്രസംഗം എൻ്റെ ഓർമ്മയിലുണ്ട്. ആ പ്രസംഗത്തിലെ പ്രസക്ത ഭാഗം ഇതാണ്: എൻ്റെ പിൻഗാമി എന്നെ പോലെയല്ല, അദ്ദേഹം എന്നേക്കാൾ മികച്ച സ്പോക്സ്മാനാണ്. ഞാൻ ഓർത്തു, എന്തായിരിക്കും ഈ പറയുന്നതെന്ന്. ഒന്നാമത്, എന്നേക്കാൾ നല്ലയാളാ അടുത്ത ഭരണാധിപനെന്ന് ആര് പറയാനാ? ഇപ്പം ഇരിക്കുന്ന ഭരണാധിപർ മാറിപ്പോകുമ്പം പറയുമോ ഇനി വരുന്നയാളാണ് നല്ലത്? അങ്ങനെയൊന്നും ഒരിടത്തും പറഞ്ഞു കേട്ടിട്ടില്ല. എന്നാൽ അനവധി വിഷയങ്ങളിൽ PhD എടുത്തിട്ടുള്ള, ഈ അവസാനം വരെയും ഇംഗ്ലണ്ടിലെ അധ്യാപകനായി പ്രവർത്തിച്ചിട്ടുള്ള ഡോക്ടർ മൻമോഹൻ സിംഗ് സാധാരണക്കാരനല്ല. അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡേർഡ് അതിനകത്തുണ്ട്. അതുമാത്രമല്ല, അദ്ദേഹം ഒരു അർത്ഥവും കൂടി അതിനകത്ത് വെച്ചിട്ടുണ്ട്. എന്നെപ്പറ്റിയുള്ള കംപ്ലൈൻറ്റ് ഞാൻ അധികം സംസാരിക്കുകയില്ലെന്നുള്ളതാണ്. എന്നാൽ എൻ്റെ പിന്നാലെ വരുന്നയാൾ ഒരു വാചകടിക്കാരനാണ്, നല്ലോണം സംസാരിക്കും. 2 പ്രധാനമന്ത്രിമാരും നമുക്ക് നല്ലവരാണ്. കാരണം നമ്മുടെ പ്രധാനമന്ത്രിയാണ്. നാം അവരെ ബഹുമാനിക്കുന്നു, നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നോക്കൂ, സങ്കീർത്തനത്തിലേക്ക് വരാം. 4-ാമത്തെ വാക്യം, 12-ാം സങ്കീർത്തനം 4-ാം വാക്യം. ഞങ്ങളുടെ നാവുകൊണ്ട് ഞങ്ങൾ ജയിക്കും, ഞങ്ങളുടെ അധരങ്ങൾ ഞങ്ങൾക്ക് തുണ, ഞങ്ങൾക്ക് യജമാനാർ എന്ന് അവർ പറയുന്നു. വാചകം അടിച്ച് ഞാൻ നിൽക്കുമെന്നല്ലേ അതിൻ്റെ അർത്ഥം. ഇപ്പം എന്നെ കേൾക്കുന്നവരിൽ വാചകടിക്കിൽ മിടുക്കന്മാരായ ആളുകൾ എന്നോട് പിണങ്ങും. പിണങ്ങരുത് പ്ലീസ്, നിങ്ങളെ ആവശ്യമുണ്ട്. എത്രയോ സ്ഥലങ്ങളിൽ ആവശ്യമുണ്ട്. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലുന്നു, തീവണ്ടി വരാറായി, ടിക്കറ്റ് കൗണ്ടറിലുള്ള 4 കൗണ്ടർ അടച്ചിരിക്കുന്നു, ഒരാൾ മാത്രം ജോലി ചെയ്യുന്നു. ബാക്കിയുള്ളവരെ ഒരു അടപ്പ് വെച്ച് അടച്ച് അവിടെ ഇരുന്ന് ചായ കുടിക്കുകയോ നുണ പറയുകയോ ചെയ്യുന്നു, അല്ലെ വർത്തമാനം പറയുകയോ ചെയ്യുന്നു. നന്നായിട്ട് വർത്തമാനം പറയാൻ കഴിവുള്ള 2 പേർ ആ കൂട്ടത്തിലുണ്ടെങ്കിൽ അവിടെ കിടന്ന് ഒച്ച വെക്കും, വാചകടിക്കും. അങ്ങനെ വാചകടിക്കും, അപ്പുറത്തെ കൗണ്ടർ തുറക്കും, കാരണം ട്രെയിൻ വരാറായി. അതുപോലെ ചെക്ക് പോസ്റ്റ്, തൃശ്ശൂർ ചെക്ക് പോസ്റ്റിലൂടെ കടക്കുമ്പോൾ 1 വണ്ടി, 2 വണ്ടി, 3, 10, 50, 100 വണ്ടിയൊക്കെ ക്യൂ കിടന്ന സമയങ്ങളുണ്ട്. 100 ഇവിടുന്ന്, 100 അപ്പുറത്ത്, 100 അപ്പുറത്ത്, അങ്ങനെ 4 ലൈനോ 6 ലൈനൊക്കെ വരികയല്ലേ. ഇതിന് നിയമമുണ്ട്. ഇത്ര മിനിറ്റ് കൂടുതൽ ഇത് അടച്ചിടാൻ പാടില്ല. പൈസ മേടിച്ചാലും ഇല്ലെങ്കിലും തുറന്നു വിടണം. ഇന്ന് നിയമമുണ്ട്. നിയമം അറിയാവുന്ന ഒരുവൻ അവിടെ വന്ന വഴി കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് അവനെ ഇറങ്ങി വന്ന് കൗണ്ടറിൽ ചെന്ന് 2 ഒച്ച വെച്ചു, പെട്ടെന്ന് തുറന്നു, എല്ലാവരെയും വിട്ടു. അപ്പോൾ വാചകടിക്കാരെ ആവശ്യമുണ്ട്. എന്നെപ്പോലെ ഒരു മനുഷ്യനാണേ ഞാൻ അവിടെ സുവിശേഷ പ്രസംഗമൊന്നും നടത്തത്തുമില്ല, ഞാനൊന്നും ചെയ്യത്തില്ല. ഞാൻ അവിടെ ഇരുന്ന് സ്തോത്രം. എൻ്റെ കാര്യമല്ലേ എനിക്കറിയാം, എൻ്റെ കാര്യം എനിക്കറിയാം, ഞാനത് പറയാം. എനിക്ക് വാചകമടിച്ച് ജയിക്കാൻ അറിയില്ല, ഞാൻ ഇന്ന് വരെ ജയിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരും, അപ്പോൾ ഇത് വാചകടിയല്ല, ഇത് ഹൃദയത്തീന്ന് പറയുക. എനിക്ക് നഷ്ടങ്ങളെ വന്നിട്ടുള്ളൂ. എന്തുകൊണ്ട്? എനിക്ക് വാചകടിക്കാൻ അറിയാൻ മേലാത്തതുകൊണ്ട്. എൻ്റെ ഒരു വണ്ടി സെക്കൻഡ് ഹാൻഡ് വിൽക്കുകയാണെങ്കിൽ അതിൻ്റെ നന്മ മുഴുവൻ പറഞ്ഞ് വേറൊരാളെ സമ്മതിപ്പിച്ചിട്ട് പൈസ മേടിക്കാൻ എനിക്കറിയില്ല. ഞാൻ പറയും, ഇത്ര വർഷം ഇന്ന അവസ്ഥ, ഓക്കെ, നിങ്ങൾക്ക് വാങ്ങാവുന്ന വിലയ്ക്ക് വാങ്ങിക്കോളാൻ പറയും. ഞാൻ പിന്നെ ഇപ്പോൾ ഒക്കെ അത് എൻ്റെ സഹപ്രവർത്തകരെ ഏൽപ്പിക്കുകയാണ്, എന്ന് പറഞ്ഞാൽ എൻ്റെ കൂട്ടുകാരെ ഏൽപ്പിക്കുകയാണ്. ഞാനൊരു വീട് വാങ്ങി, അതാണ് ആകെ കൂടെ പർച്ചേസ് നടത്തിയത് ഈ ഭൂമിയിൽ. ഇനി അത് വിൽക്കാൻ എന്നെ കൊണ്ട് പറ്റൂല. ഫ്രീ കൊടുക്കാനാണെങ്കിൽ പറ്റും. എനിക്ക് വേറൊരു വീട് ആരെങ്കിലും തരികയാണെങ്കിൽ ഇത് ഫ്രീ കൊടുക്കാം. കാരണം ഇതിനൊക്കെ ബാർഗെയിൻ ചെയ്യാനായിട്ട് വാചകടിക്കണം എന്ന് പറഞ്ഞാൽ ഇച്ചിരി കൂട്ടിയൊക്കെ പറയണം. നുണ പറയണമെന്നാണ് ശരിയായ അർത്ഥം. അതായത് വാങ്ങുന്നവൻ മോശം എന്ന് പറയുന്നു, വിൽക്കുന്നവൻ നല്ലതെന്ന് പറയുന്നു. ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. ഈ വാക്യം ശ്രദ്ധിച്ചോ, ഞങ്ങളുടെ നാവ് കൊണ്ട് ഞങ്ങൾ ജയിക്കും.
ഞങ്ങളുടെ ആദരങ്ങൾ ഞങ്ങൾക്ക് തുണ എന്ന് പറയുന്ന മനുഷ്യരാണ് ഒരു വലിയ കൂട്ടം എന്ന് ഈ വചനം പറയുന്നു. നിങ്ങൾ ഈ ഗണത്തിൽപ്പെടുമോ? പ്രിയപ്പെട്ടവരെ, സ്നേഹത്തോടെ പറയുന്നു, നാവുകൊണ്ട് ജയിക്കാൻ നോക്കണ്ട, സത്യം വിജയിക്കുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് നിങ്ങളുടെ ന്യായം പറഞ്ഞു ഫലിപ്പിക്കാൻ കഴിവില്ലെങ്കിലും സത്യം അകത്തുണ്ടെങ്കിൽ ഒരു നാൾ പുറത്തു വരും. ഗോഡ് ബ്ലെസ് യു.